ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും മോംസ് ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അയലമീൻ ചുട്ടതാണ്. വാളൻപുളിയുടെ ഇലയൊക്കെ ചേർത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെയാണ് ഇതിന്. ഒരു വലിയ അയലമീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് മീൻ വേണമെങ്കിലും ഉപയോഗിക്കാം. സാധാരണ നമ്മൾ മീൻ പൊള്ളിക്കുമ്പോൾ ഒത്തിരി ഓയിലൊക്കെ യൂസ് ചെയ്യും, പക്ഷേ ഇവിടെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. ഇനി നമുക്ക് പുളിയില ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇല അരച്ചതിന് ശേഷം ഇനി നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണിത്. ഒരു 6 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, 10 ചെറിയുള്ളി, 15-20 കുരുമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കുറച്ച് വെളിച്ചെണ്ണ, ഇവ കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് പുളിയിലയും നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. അതിനുശേഷം ഫിഷിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ ഉള്ളിലൊക്കെ ആവുന്ന വിധത്തിൽ വേണം മസാല തേക്കാനായിട്ട്. ഒരു വാട്ടിയ വാഴയില എടുത്തിട്ട് മീൻ അതിൽ പൊതിഞ്ഞെടുക്കുകയാണ്. നന്നായി മടക്കിയെടുക്കാം. മസാലയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ കെട്ടിവെക്കാം. 2 സൈഡിലായിട്ട് കെട്ടുന്നുണ്ട്. ഇനി ഒരു ദോശക്കല്ലിൽ വെച്ച് മീൻ ചുട്ടെടുക്കുകയാണ്. ഒരല്പം ഓയിൽ പുരട്ടുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനും ഉപയോഗിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഒരു സൈഡ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. വാഴയിലയുടെയും പുളിയിലയുടെയും ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻ ചുട്ടത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല വെറൈറ്റി ഡിഷുകൾക്കായി മോംസ് ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.